അവന് ഇത് കെ സുധാകരന്റെ നിലപാട് മാറ്റത്തേക്കാൾ ഉപരിയായി കാണേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിടിപ്പുകേടാണ് എന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഇങ്ങനെയാണോ ഒരു പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? വലിയ ബുദ്ധിമാന്മാരും രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അതാണല്ലോ ഹൈക്കമാൻഡ് എന്നുള്ള പേര് ചരിത്രപരമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് വളരെ അപഹാസ്യമാണ്, അപലപനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ കെ സുധാകരനല്ല ഈ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കുറെ കാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ കാര്യമായി നയിക്കുന്നുണ്ട്, ആവുന്നത്ര ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസുകാരുടെ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നാളിതുവരെ അവനിക്കറിയാമല്ലോ, കോൺഗ്രസിലെ ഒരു ഘടകത്തിൽ നിന്നും അത് ബൂത്ത് ലെവലിലാകട്ടെ മണ്ഡലം ലെവലിലാകട്ടെ ആരും തന്നെ KPCC പ്രസിഡന്റ് മാറണം എന്ന ഒരു നീക്കം നടത്തിയതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഒരിടത്തും പ്രാദേശികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോലും ഒരിടത്തും അങ്ങനെ ഒരു സംഘടിതമായ നീക്കം ഉണ്ടായതായി കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഇത് ഇത്രയും വളരെ ഗുരുതരമായി ഒരു അപലപനീയമായ നിലയിലേക്ക് എത്തിയത്. അതിന് കെ സുധാകരൻ ഉത്തരവാദിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപവും അദ്ദേഹത്തെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ മല്ലികാർജുന ഖാർഗെയെ കണ്ടു, രാഹുൽ ഗാന്ധി കണ്ടു, KC വേണുഗോപാലിനെ കണ്ടു, സംസാരിച്ചു, തോളിൽ തട്ടി, അല്ലെങ്കിൽ പുറത്തു വന്ന് യാത്ര പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കെ സുധാകരനെ മാറ്റാൻ വേണ്ടിയാണെന്നൊക്കെ ഉള്ള ഒരു പ്രചാരണം അഴിച്ചുവിട്ടത് ബോധപൂർവമാണ്. അങ്ങനെയാണോ ചർച്ച നടന്നെന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായി ഒരു സംഗതിയും ഇതുവരെ ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തിയില്ലല്ലോ. മല്ലികാർജുന ഖാർഗെ പറഞ്ഞിട്ടില്ലല്ലോ കെ സുധാകരനെ മാറ്റുന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലല്ലോ, സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കുറെയൊക്കെ കൂട്ടി വായിച്ച് കുറെയൊക്കെ ഊതിപ്പെരിപ്പിച്ചിട്ട് കെ സുധാകരനെ ഇപ്പൊ മാറ്റാൻ പോകുന്നു, രാവിലെ മാറ്റും, ഉച്ചയ്ക്ക് മാറ്റും, വൈകുന്നേരം മാറ്റുമെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ചതിനകത്ത് മാധ്യമങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്. ആ തരത്തിൽ അസഹനീയമായ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കെ സുധാകരൻ 2 ദിവസം മുമ്പ് പറഞ്ഞത്, ഞാൻ എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വഴങ്ങാൻ സന്നദ്ധനാണ്, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, പോകാൻ പറഞ്ഞാൽ പോകും. അദ്ദേഹം വളരെ പച്ചയായ ഭാഷയിൽ പറഞ്ഞു. അവിടെയൊന്നും എന്റെ നോട്ടത്തിൽ ഒരു ധാർഷ്ട്യത്തിന്റെ ഭാവമൊന്നും കണ്ടില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടിയതായ ചില സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ചില ആളുകൾ ആസൂത്രിതമായ നീക്കം അദ്ദേഹത്തിനെതിരായി നടത്തുന്നു. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് പുത്തരിയുള്ള കാര്യമല്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് എക്കാലവും സംഭവിച്ചിട്ടുള്ളതാണ്. അതിന്റെ ദുരന്തങ്ങളാണ് പാർട്ടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഇപ്പോൾ സുധാകരനെ ഈ തരത്തിൽ അപഹാസ്യനാക്കാനായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സംഘം ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് വന്നപ്പോഴാണ് അദ്ദേഹം സഹികെട്ട് ഇന്ന് പറഞ്ഞത്, എന്തായാലും എന്റെ ആരോഗ്യ പ്രശ്നത്തെ അന്വേഷിക്കൊണ്ട് ഞാൻ പിന്മാറാൻ തയ്യാറല്ല. എന്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യെങ്കിൽ പിന്നെ എനിക്ക് പറ്റത്തില്ലല്ലോ ഒന്നും ചെയ്യാൻ. അത് അങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഡൽഹിയിൽ പോയി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, ഇവിടുത്തെ സകല പരിപാടികളിലും പങ്കെടുക്കുന്നു. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഓടി, തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഓടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാനമൊന്നും അല്ല KPCC പ്രസിഡന്റ്. അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനമാണ്. മുൻകാലങ്ങളിൽ ഇരുന്ന KPCC പ്രസിഡന്റുമാരൊക്കെ എന്താ കാട്ടിയത്? മിന്നൽ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് കെ സുധാകരന് ഇപ്പൊ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നത് ബോധപൂർവം ഇതിപ്പോ നമ്മൾ പറയുന്ന പോലെ പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ വെടിവെച്ചു കൊല്ലുക, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഉള്ളത്. അത് ഒരിക്കലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഗതികെട്ടിട്ട് ബഹുമാന്യനായ AK ആന്റണിയെ പോയി കണ്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ അപഹസിക്കരുത്, ഞാൻ ഇത്രയും കാലമായി ഈ പാർട്ടിക്ക് പ്രവർത്തിച്ചത്. നമുക്കൊക്കെ ഈ കെ സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയൊക്കെ നന്നായിട്ടറിയാം. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. കണ്ണൂരിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടാൻ ഇത്രയും കരുത്തനായ ഒരു നേതാവില്ല എന്ന് അദ്ദേഹം വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസുകാരനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അദ്ദേഹത്തിന് വയ്യാതാവുമ്പോൾ അദ്ദേഹം സ്വയം മാറും. അദ്ദേഹത്തിന് അറിയാമല്ലോ ഞാൻ ചെയ്യേണ്ട ജോലി എന്താണെന്ന്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി പാർട്ടി ഇതുവരെ പറയുന്നുണ്ടോ? ഈ ഹൈക്കമാൻഡ് തന്നെ പറയുന്നില്ലല്ലോ. കെ സുധാകരന്റെ എന്താണ് പോരായ്മകൾ? കെ സുധാകരൻ കൊണ്ടാണോ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹം ഇരുന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായ നേട്ടം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം, അതൊന്നും കാണാതെ പോകരുത്.
അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകളെങ്കിലും ഉള്ളത്. ഇത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പറഞ്ഞതുപോലെ ഒന്നീ നിൽക്കാൻ പറയണം, അല്ലെ പോകാൻ പറയണം. ഈ തരത്തിൽ വഴവഴ അരകുഴമ്പൻ നയം ഒരു ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത് അപലപനീയമാണ്. ഇത് ഈ പറഞ്ഞതുപോലെ മലന്നു കിടന്ന് തുപ്പുകയാണ്. പാർട്ടിയുടെ ഒരു അന്ത്യകൂദാശയിലേക്ക് പോലും പോകുന്നു എന്ന് സംശയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം കോൺഗ്രസ് എല്ലാ മേഖലകളിലും സജ്ജമായി സുസജ്ജമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ നേരിടാനായി ബൂത്ത് തലത്തിൽ ജില്ലാ തലത്തിലൊക്കെ അഴിച്ചുപണിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തി ആളുകളെ പരിഹസിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഒട്ടും ശരിയല്ല. ഇപ്പോൾ കെ സുധാകരന്റെ മാറ്റം ഒരു അനിവാര്യതയല്ല കോൺഗ്രസ് പാർട്ടിക്ക്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആന്റോ ആന്റണിയെ അങ്ങനെ സ്വീകരിക്കാനായി കേരളത്തിലെ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ തയ്യാറല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. താരതമ്യേന അദ്ദേഹം കെ സുധാകരനെ പോലെ ഒരു ഇരുത്തം വന്ന ഒരു സീനിയോറിറ്റി ഉള്ള ഒരു കോൺഗ്രസ് നേതാവല്ല. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല പാർട്ടി പ്രസിഡന്റ് തീരുമാനിക്കുക. ആര് പറഞ്ഞു ഇവിടെ ക്രിസ്ത്യാനി ഇവിടെ KPCC പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസ് എല്ലാം അങ്ങ് നേടിയെന്നൊക്കെ പറയുന്നത് എന്തൊരു ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ ജാതി അടിസ്ഥാനത്തിലാണോ KPCC പ്രസിഡന്റിനെ നിയമിക്കുന്നത്? മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ ജാതിയിൽപ്പെട്ടവരും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ക്രിസ്തീയ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയാണ്. അതൊക്കെ വെറും വളരെ വില കുറഞ്ഞ തരംതാണ്. ക്രിസ്തീയ സമുദായത്തെ പോലും അപഹാസ്യപ്പെടുത്തുന്ന അപമാനിക്കുന്നതായ ഒരു നീക്കമാണ്. ഇതെല്ലാം കുറെയൊക്കെ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തൽപര കക്ഷികൾ അതിന് വേണ്ടി വെച്ച് വളം വെച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കെ സുധാകരനെ ഇപ്പോൾ മാറ്റും എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ തന്നെ അല്പസ്വല്പമൊക്കെ പ്ലേറ്റ് മാറ്റി തുടങ്ങിയല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായി ഈ യൂത്ത് കോൺഗ്രസിന്റെ നിലപാടും ഒക്കെ വന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കരുത് എന്ന ആ സന്ദേശം വന്നപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് ഇപ്പൊ ബോധ്യമായെന്ന് തോന്നുന്നു. അദ്ദേഹം ഇനി അടുത്ത വണ്ടിക്ക് ഡൽഹി പോയി ഹൈക്കമാൻഡിനോട് പറയട്ടെ, കേരളത്തിലെ സാഹചര്യം ഇതാണ്, അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട സമയമല്ല. അഥവാ അങ്ങനെ ഒരു മാറ്റം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിനകത്തെ പെർഫോമൻസ് നോക്കി പാർട്ടിക്ക് ക്ഷീണം വരത്തക്ക രീതിയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ അന്ന് പരിശോധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സമയമാണ് കാത്തിരിക്കേണ്ടത്. ദയവ് ചെയ്ത് ഈ സമയത്ത് പാർട്ടിയെ നശിപ്പിക്കുന്ന പക്വതയില്ലാത്ത അപക്വമായിട്ടുള്ള ബാലിശമായിട്ടുള്ള ഒരു തരത്തിലും വിവേകമില്ലാത്തതായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കരുത്. അങ്ങനെ ഹൈക്കമാൻഡ് പോയാൽ ഹൈക്കമാൻഡിലുള്ള വിശ്വാസ്യത പോലും സാധാരണ കോൺഗ്രസുകാർക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.